വിശ്വസിക്കുക മാത്രം ചെയ്യുക. വൻകുടലും സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇതാ പൂർണ്ണമായിട്ട് നിന്നെ വിട്ടുമാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് നിങ്ങളുടെ വലതുകരം ഒരിക്കൽ കൂടി വെക്കുക. സ്തോത്രം. നിങ്ങളുടെ അടുത്ത് കർത്താവിന്റെ അത്ഭുത ശക്തി നിങ്ങൾക്കിടയിലൂടെ ഇലക്ട്രിക് തരംഗങ്ങൾ പോലെ സഞ്ചരിക്കുന്ന സൗഖ്യത്തിന്റെ ശക്തിയുണ്ട്. സൗഖ്യം നിങ്ങളുടെ സമീപത്തുണ്ട്. സൗഖ്യത്തിന്റെ മണിക്കൂറാണിത്. നീ വിശ്വസിക്കുക, നീ വിശ്വസിക്കുക. വലിയ ശക്തി, അത്ഭുത ശക്തി, അത്ഭുത രോഗ സൗഖ്യങ്ങളുടെ ശക്തി ഇവിടെ നിറഞ്ഞു നിൽക്കുക. ഓരോ അസ്ഥികളിലും നിറയുക, ഓരോ മാംസപേശികളിലും നിറയുകയാണ്. ദൈവം അയക്കുന്ന വചനവും ദൈവം അയക്കുന്ന പരിശുദ്ധാത്മാവ് ഒരിക്കലും പിൻവലിക്കപ്പെടുന്നതല്ല. എന്തിനു വേണ്ടി ദൈവം അയക്കുന്നുവോ തന്റെ ഉദ്ദേശം അവിടെ നടപ്പിലാക്കും, നിറവേറ്റുന്നതിനെ ചെയ്യും. കർത്താവിന്റെ വാഗ്ദാനമാണത്. അവിടെ നഴിച്ചത് ഉണ്ടാകട്ടെ, 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 വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. എന്തെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുവോ അതെല്ലാം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു, അതെല്ലാം ഉണ്ടായിരിക്കുന്നു. ശരീരത്തിൽ പുതിയ അവയവങ്ങള്, പുതിയ സെല്ലുകള്, പുതിയ നാഡീഞരമ്പുകള്, പുതിയ വംശപേശികള് ഉണ്ടായിരിക്കുന്നു, ഉണ്ടായിരിക്കുന്നു. രോഗം ബാധിച്ച് ചിഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിച്ച ശരീരത്തിന്റെ ഓരോ സെല്ലുകളും കോശങ്ങളും അത് പിഴുതു മാറ്റപ്പെട്ടിരിക്കുന്നു, അത് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. പുതിയ അവയവങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, നിലനിൽക്കുന്ന വലിയ മഹത്വം, വലിയ അത്ഭുത ശക്തി, വിശ്വാസം, വിശ്വാസം എന്ന പാത്രം ഹൃദയത്തിൽ തുറക്കട്ടെ. വിശ്വാസം കൊണ്ട് സ്വീകരിക്കട്ടെ, വിശ്വാസം കൊണ്ട് സൗഖ്യം പ്രാപിക്കട്ടെ. എന്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. കഴിഞ്ഞുപോയ നാളുകളില് നിരാശയില് ഞാൻ സുഖപ്പെടുകയില്ല, എന്നെ സുഖപ്പെടുത്താൻ ആരുമില്ല, ഒരു മരുന്നിന് വേണ്ടി സുഖപ്പെടുത്താൻ പറ്റില്ല, ദൈവത്തിന് എന്നെ വേണ്ട, ദൈവം എന്നെ സുഖപ്പെടുത്തുകയില്ല, ഞാൻ രോഗിയായി മരിക്കും, അങ്ങനെയെല്ലാം പറഞ്ഞുപോയി വിപരീത വാക്കുകളെല്ലാം ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു, അതിനെല്ലാം ബന്ധിച്ചു കളയുന്നു, പിഴുതെറിഞ്ഞു കളയുന്നു. നീ തിരിച്ചു പറയുമ്പോൾ എനിക്ക് സൗഖ്യമുണ്ട്, ഞാൻ സുഖം പ്രാപിക്കുക തന്നെ ചെയ്യും, ഞാൻ സുഖം പ്രാപിക്കുക തന്നെ ചെയ്യും, ഞാൻ ഓടി നടക്കുക തന്നെ ചെയ്യും, ഞാൻ എന്റെ ആരോഗ്യം വീണ്ടെടുക്കുക തന്നെ ചെയ്യും. എന്തെല്ലാം നീ പറ്റില്ലെന്ന് പറഞ്ഞു തിരിച്ചു പറ, തിരിച്ചു പറ. ഒരു പുതിയ നിയമം ഇവിടെ ഉണ്ടാകട്ടെ, ഒരു പുതിയ ശക്തിയോടെ ഉണ്ടാകട്ടെ. ഇതാ ഒരു പുതിയ വിടുതൽ വരികയാണ്. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. മത്തായിയുടെ സുവിശേഷം 12:37 യേശു പറഞ്ഞു, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. നീ പറഞ്ഞ വിപരീത വാക്കുകളെല്ലാം ക്യാൻസൽ ചെയ്യുക, അതെല്ലാം വിട്ടുമാറി പോകട്ടെ. കർത്താവിന്റെ സൗഖ്യത്തിന്റെ ശക്തി നീ പറ, ഞാൻ സൗഖ്യം പ്രാപിച്ചു, സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും, ഞാൻ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. കർത്താവിനെ അനുഗ്രഹിക്കും, കർത്താവിനെ അനുഗ്രഹിക്കും, ഞാൻ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. ഏറ്റുപറ, ഞാൻ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും, ഞാൻ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും, ഞാൻ സൗഖ്യം പ്രാപിക്കുക തന്നെ ചെയ്യും. വീണ്ടും വീണ്ടും പറ, നിന്റെ മേൽ ജീവന്റെ നിയമം, ജീവന്റെ നിയമം നിന്നെ വിടുവിക്കുകയാണ്. മരണത്തെ മുമ്പിൽ കണ്ട് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നിമിഷങ്ങളുണ്ട്. ഇല്ല, മരണത്തെ ബന്ധിച്ചിരിക്കുന്നു, മരണത്തെ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. മരണത്തിന് അധികാരി യേശു ക്രിസ്തുവാണ്. നിനക്ക് ജീവൻ ഉണ്ടാകട്ടെ, ജീവൻ ഉണ്ടാകട്ടെ. ക്യാൻസറിന്റെ എല്ലാ തിന്മകളും ശക്തികളും കെട്ടപ്പെട്ട് അതെല്ലാം പിഴുതു മാറ്റപ്പെടട്ടെ, അവിടെല്ലാം വിടുതൽ സൗഖ്യം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഗ്ലോറിയ, 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 ഗ്ലോറിയ. കുഷ്ഠരോഗിയായ നാമാന് ജോർദാൻ നദിയിൽ 7 തവണ മുങ്ങിയാൽ സുഖം കിട്ടുമെന്ന് പറഞ്ഞ് ശുദ്ധി കൊടുത്തവനെ യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ബെത്സൈദ എന്ന കുളക്കരയിലെ ദൂതന്മാര് വന്ന് കുളത്തിൽ വെള്ളമിളക്കി കഴിയുമ്പോൾ ആദ്യം ഇറങ്ങുന്നവന് ഏതു വ്യാധിയിൽ നിന്നും സുഖം കിട്ടുമായിരുന്നു. ഇതാ ആ ബെത്സൈദ കുളക്കരം, ആ വലിയ കുളം ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് മധ്യത്തിൽ. അതിൽ ആദ്യം ഇറങ്ങുന്നവന് മാത്രമല്ല അവസാനം ഇറങ്ങുന്നവനും സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ആ കുളത്തിലേക്ക് വിശ്വാസത്തോടെ ഇറങ്ങി സൗഖ്യം പ്രാപിക്കുവാൻ തടസ്സം നിൽക്കുന്ന
എല്ലാ നരകീയ ബന്ധന അവിശ്വാസ ഭയശക്തികളെ ബന്ധിച്ച് വിച്ഛേദിക്കുന്ന വിട്ടുമറിച്ചനാമത്തിൽ. സൗഖ്യപ്പെട്ടോ എന്ന ഭയം, വീണ്ടും രോഗം തിരിച്ചു വരുമോ എന്ന ഭയം, മരണഭയം, യേശുവിൽ വിശ്വസിച്ച് സുഖപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന സകല നരകീയ ശക്തികളും വിട്ടു മാറിപ്പോകട്ടെ, വിട്ടു മാറട്ടെ. മരിച്ചു 4 ദിവസം കഴിഞ്ഞ ലാസറിന്റെ കല്ലറയ്ക്ക് മുൻപിൽ നിന്ന് യേശു വിളിച്ചു, ലാസറെ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. കർത്താവ് അവിടെ നിന്നവരോട് പറഞ്ഞു, അവന്റെ കെട്ടുകൾ അഴിക്കുവൻ, അവൻ പോകട്ടെ. മരിച്ച് അഴുകി തുടങ്ങിയവനെ ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യപ്പെടുത്തുവാൻ സാധിച്ച യേശുവിന് നിന്റെ ഏതു വലിയ രോഗത്തെയും സുഖപ്പെടുത്തുവാൻ ശക്തിയുണ്ട് എന്ന വിശ്വാസം മാത്രം മതി. ഇതാ സൗഖ്യം നിന്റെ മേലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇതിലുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ, നടക്കാൻ പറ്റില്ലായിരുന്നു, തന്നെ നടന്നു നോക്കുക. എഴുന്നേൽക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റുന്നില്ല, ആരുടെയെങ്കിലും സഹായം തേടി കൈപിടിച്ച് നടന്നുകൊള്ളുക. നിങ്ങളുടെ അവയവങ്ങൾ ചലിപ്പിക്കാൻ വയ്യ, ചലിപ്പിക്കാൻ ശ്രമിക്കുക. കൈ ഉയർത്താൻ വയ്യ, കൈ ഉയർത്തി നോക്കുക. കുനിയാൻ സാധിക്കില്ലായിരുന്നു, കുനിഞ്ഞു നോക്കുക. കഴുത്ത് തിരിക്കാൻ സാധിക്കില്ലായിരുന്നു, കഴുത്ത് തിരിച്ചു നോക്കുക. യേശുവിന്റെ നാമത്തില് സൗഖ്യത്തിന്റെ അഭിഷേകം ഏറ്റവും പിന്നിൽ വരെയും കടന്നു വന്ന് നിറഞ്ഞു നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ നിങ്ങളെ തന്നെ പരിശോധിച്ചു നോക്കി. കൈമുട്ട് ഇടിച്ചിട്ട് 3 മാസങ്ങളായിട്ട് വേദനയായിരുന്നു. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി, കുഴപ്പമില്ല. പക്ഷെ ഇന്നലെ രാത്രി എണ്ണ തേച്ച് തുണി വെച്ച് കെട്ടിയിട്ടാണ് കിടന്നിരുന്നത്. ഇവിടെ പ്രയർ ഇടുന്ന സമയത്ത് എന്റെ കയ്യിൽ കറണ്ട് അടിച്ചവർക്ക് കൈ മടക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പം കൈ മടക്കിയപ്പോ 4 മാസമായിട്ട് ഇമാന് കൈ മടക്കാൻ പറ്റില്ല. കൈ ഇടിച്ചിട്ട് നീര് വന്നിട്ട് കയ്യിൽ തുണി വെച്ച് കെട്ടിയാണ് കിടന്നിരുന്നത്. ഇന്ന് ഇപ്പോൾ അല്പനിമിഷം മുമ്പ് കർത്താവിന്റെ ദാസിയുടെ പ്രാർത്ഥന സമയത്ത് കയ്യിൽ കറണ്ട് വെച്ച അനുഭവം ഉണ്ടായി. കൈയുടെ വേദന വിട്ടുമാറി ഇപ്പോൾ കൈ മടക്കാനും നോക്കാൻ സാധിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഓ, ഒന്ന് സ്തുതിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. ആരാധന, സ്തോത്രം, മഹത്വം. ഹല്ലേലൂയ. സ്തുതിക്കുന്നു. 4 വർഷമായിട്ട് എല്ലാ ദിവസവും അപസ്മാരം ബാധിച്ചിരുന്ന ഒരു സഹോദരിയാണ്. ഇന്നലെ ഇവിടെ വന്ന പ്രാർത്ഥന കൂടിയതിനു ശേഷം ഇതുവരെയും ആ രോഗബാധ തിരിച്ചു വന്നിട്ടില്ല. 4 വർഷമായി എല്ലാ ദിവസവും ഈ മകൾക്ക് അപസ്മാര ബാധ ഉണ്ടാകുമായിരുന്നു. കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇവിടെ പിടിപ്പിച്ച അപസ്മാര രോഗത്തിന്റെ സകല ദുരാത്മാക്കളും വിട്ടുപോയ യേശുവിന്റെ നാമത്തില് ഇവിടെ വിട്ടുമാറിയ യേശുവിന്റെ നാമത്തില് തൊട്ടുപോകരുത്. ഈ 2 ദിവസമായി കർത്താവിന്റെ വചനം കേൾക്കുന്ന ഈ മകളുടെ മേൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എല്ലാ തിന്മയും സ്വാതന്ത്ര്യം തീരട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. അമ്മയാണോ? അമ്മയാണ്. എത്ര വർഷം തുടങ്ങിയിട്ട്? എല്ലാ ദിവസവും രാത്രിയിലാണ് അസ്വസ്ഥ ഉണ്ടാകുന്നത്. അപസ്മാരത്തിന് അസ്വസ്ഥ ചിലപ്പോഴൊക്കെ പകലുണ്ടാവും, ചില ദിവസങ്ങളിൽ പകലുണ്ടാവും, രാത്രി എല്ലാ ദിവസവും. എത്ര പ്രാവശ്യം ഉണ്ടാവും ദിവസം? 2 പ്രാവശ്യം 3 പ്രാവശ്യം വന്ന ദിവസങ്ങളുണ്ട്. എങ്ങനെയായാലും ഒരു ദിവസം എങ്ങനെ ഉറക്കത്തിലാണ് വരുന്നത്. 4 വർഷമായി തുടങ്ങിയിട്ട് ഇന്നലെ വന്നിട്ടില്ല. ഇന്നലെ ഇവിടുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു, പിന്നെ അസുഖം ഉണ്ടായിട്ടില്ല. ഒന്നൊരു കടന്നു വരിക, പറഞ്ഞേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ കർത്താവാണ്, യേശുവിന്റെ കർത്താവാണ്. യേശുവിനെ സുഖപ്പെടുത്തി, യേശുവിനെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധമായ ആത്മാവ് നിറയട്ടെ, നിറയട്ടെ. ഇവിടെ പീഡിപ്പിച്ച രോഗത്തിന്റെ അശുദ്ധാത്മാക്കൾ വിട്ടുപോകും യേശുവിന്റെ നാമത്തിൽ. ಬಂದ ಎಲ್ಲರಿಗೂ ಶುಭವು ಕೇರಳವು. ನಂಬಿ ಬಂದ ಎಲ್ಲರಿಗೂ ನಿನ್ ಶುಭವು ಕೇರಳವು. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അപസ്മാരം എത്ര നാളായി തുടങ്ങിയിട്ട്? 10ാം ക്ലാസ്സിൽ വെച്ച് തുടങ്ങിയ
കരിങ്കലിന്റെ ഏറ് ഉടുപ്പിട്ട് നടക്കുന്ന പ്രായത്തില് എനിക്ക് ഇവിടെ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ കാണാണ്യ സ്ത്രീ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഞാൻ പലതും കാണിച്ചുകൊണ്ടിരുന്ന പുളിവെള്ളം ഛർദിക്കൽ, ഓർമ്മക്കേട്, കണ്ണു വീഴ്ച കാണിക്കല്, പിച്ചിമ്പയും പറയല്, ചവക്കല്, ബലം പിടുത്തം എല്ലാം ഉണ്ടായതാണ്. വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. കൂടുതലും മരുന്നാ കഴിക്കണത്. ഈജുപുരുട്ടകുളത്തിന്റെ മരുന്നായിരുന്നു. അങ്ങനെ എന്താണ് മന്ദത മന്ദത ഇത്തിരി നേരം വന്ന ആ മന്ദത അങ്ങോട്ട് വിട്ടുമാറും. ഞാൻ പോയി കട്ടിലുമേ കിടക്കും. ആ ക്ഷീണം വിട്ടുമാറുമ്പോ ഞാൻ എനിക്ക് പോരും. ഇവിടെ ധ്യാനം കൂടാൻ വന്നിട്ട് ആ മന്ദത എനിക്ക് വന്നിട്ടില്ല. ഇപ്പൊ പലതും കാണിച്ചിരുന്നിട്ട് ഇപ്പൊ പുളിവെള്ളം ഛർദിക്കല്, ഓർമ്മക്കേട്, കണ്ണു വിളിച്ചു കാണിക്കല്, പിച്ചിമ്പയും പറയല്, ചവക്കലും ഒന്നും വന്നിട്ടില്ല. ഇവിടെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോ ആ മന്ദതയുടെ അങ്ങോട്ട് വന്നപ്പോ അപ്പൊ തന്നെ അങ്ങോട്ട് വിട്ടുമാറി. ഇപ്പൊ ഇവിടെ വെച്ച് വന്നത് ഇങ്ങനെ വന്നാ ഏത് സ്ഥലം, എന്താണ് എന്റെ മുമ്പിൽ, എന്താണ് ജനങ്ങളാണ്, എന്താണ് ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു മന്ദത മാത്രമേ എനിക്ക് ഉണ്ടായുള്ളൂ. പക്ഷെ ഇവിടെ വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചിരുന്നപ്പോ ആ മന്ദത പോലെ വന്നത് അപ്പൊ തന്നെ അങ്ങോട്ട് മാറി. എനിക്ക് ധ്യാന സ്ഥലം തന്നെ മനസ്സിലായി. അങ്ങനെയുള്ള ഒരു ഇതാണ് എനിക്ക് കർത്താവ് നന്ദി പറയട്ടെ. ഹല്ലേലൂയ കർത്താവേ. ഓ ഇളകെ ശ്രുതിക്കുന്ന കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഈ മകളെ പീഡിപ്പിച്ച അപസ്മാരത്തിന്റെ എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ യേശുവിന്റെ നാമത്തിൽ പിടിതറിയുന്നു. ഈ മകളെ വിട്ടുപോലെ ശരീരത്തെ വിട്ടും മാറട്ടെ, ബ്രെയിനെ വിട്ടും മാറട്ടെ, നാടിജേരുകൾ വിട്ടും മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലും സൗഖ്യം, പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ ആധിപത്യത്തിന്റെ തലമുറകളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, കീഴടങ്ങട്ടെ. സകല പാപങ്ങളെയും ജോലികളെയും ശക്തികളെയും നാമത്തിൽ വിടുതരുന്നു. ಎಲ್ಲರಿಗೂ എന്റെ പേര് ബായി എന്നാണ്. വർഷങ്ങൾക്ക് മുന്നേ ക്യാൻസർ ബാധിച്ചതായിരുന്നു. വീണ്ടും അവിടെ നിന്ന് 2-3 മാസം മുന്നേ എനിക്ക് തങ്കൽ വേദനയുണ്ട്, ഒരു എളിവേദനയുണ്ട്. ഒരു കാല് താഴത്ത് വയ്ക്കുവാനോ ഒന്നും നടക്കുവാനോ എനിക്ക് സാധിച്ചിരുന്നില്ല. ഞാൻ വീണ്ടും ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു എനിക്ക് എന്റെ ശരീരത്തിൽ എല്ലാ സന്ധിബന്ധങ്ങൾക്കും ക്യാൻസർ ബാധിച്ചു എന്ന്. ഞാൻ അവിടെ ഈശോയോട് പറഞ്ഞു, നീ എന്ത് തന്നാലും ഞാനത് സഹിക്കാനുള്ളൊരു ശക്തി എനിക്ക് തന്നാൽ മതി. അവിടെ നിന്ന് സൂര്യനെല്ലിയിൽ വെച്ച ധ്യാനം നടക്കുകയായിരുന്നു. ആ ധ്യാനത്തിൽ ബ്രദറിന് എന്റെ കരയുന്ന മുഖം കാണിച്ചു കൊടുത്ത് അവിടെ വെച്ച് തന്നെ എനിക്ക് പ്രാർത്ഥിച്ചു. ഞാൻ ബെൽറ്റിട്ട് കിടക്കുകയായിരുന്നു. ഒരു സ്ത്രീയെ ജോലിക്ക് വെച്ചിരുന്നു. 2 പേർ അവിടെ എന്നെ കാണാൻ വന്നിരുന്നു. ആ സമയത്താണ് ബ്രദർ പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ആ ബെൽറ്റ് അഴിഞ്ഞുപോയി. അവർ പറഞ്ഞു, ഇതെന്തൊരു ശബ്ദം, ഇടിവെട്ടുന്ന ശബ്ദമാണോ നിങ്ങളുടെ ബ്രദറുടേത്? അതെ. എന്റെ കാലുകൾ താഴെ കുത്തുവാൻ പറഞ്ഞു, നടക്കുവാൻ പറഞ്ഞു, ഓടുവാൻ പറഞ്ഞു. അതെല്ലാം ഞാൻ ചെയ്തു. പിന്നെ ഞാൻ ബെൽറ്റ് ഉപയോഗിച്ചിട്ടില്ല. വീണ്ടും ഡോക്ടർ പറഞ്ഞത് ഒരു MRI സ്കാൻ ചെയ്യണമെന്നാണ്. ഞാൻ പറഞ്ഞു, എന്റെ ഭർത്താവിനെ കണ്ട് 3 ദിവസം ധ്യാനം കഴിഞ്ഞ് വന്ന് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്ന്. ഞാൻ ഇവിടെ വന്ന് ഒരുപാട് വേദനയോടെ വന്നെങ്കിലും ഇന്ന് ഞാൻ വളരെ സന്തോഷവതിയാണ്. രാവിലെ പറയും പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഗ്നി ಸಹಾಯವಾದೆ ನೆರವಾದೆ ಕೀರ್ತನೆ ಹಾಡುವೆನು. ನನ್ನ ಸಹಾಯವಾದೆ ನೆರವಾದೆ ಕೀರ್ತನೆ ಹಾಡುವೆನು. ನಂಬಿರುವೆ ನಂಬಿರುವೆ ನಂಬತಕ್ಕ ತಂದೆಯೇ. ನಂಬಿರುವೆ ನಂಬಿರುವೆ ನಂಬತಕ್ಕ അമ്മയ്ക്ക് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ശ്വാസം മുട്ടലായിരുന്നു. ശ്വാസം മുട്ടിയാല് ശ്വാസം എടുക്കാൻ പറ്റാതെ കണ്ണ് പുറകോട്ട് മറഞ്ഞ് അങ്ങനെ വീണു പോകുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു.
പക്ഷെ ആൾക്ക് ഒരു ശ്വാസമുട്ടലില്ല. പരിപൂർണമായിട്ട് സുഖം കിട്ടി. കാലിലെ വേരിക്കോസ് വെയിൻ തടിച്ച് ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും വിട്ടുമാറി. ശരീരത്തിനും മനസ്സിനും വലിയ സൗഖ്യവും വിടുതലും കർത്താവ് കൊടുത്തു. ആ കാലിന് ബലക്കുറവുണ്ടായിരുന്നു. അപ്പോൾ അതിനും കർത്താവ് ബലം തിരികെ കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവിനെ സുഖപ്പെടുത്തി, യേശുവിനെ സുഖപ്പെടുത്തി. ഹല്ലേലൂയ. കാണാണ്യ സ്ത്രീ നല്ല കൈയ്യടി നമുക്ക് തന്നെ കൊടുക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു യേശു. ಕೂಗುತ್ತಾ ಹಿಂದೆ ಹೋದಳು ಕಾಣಾಣ್ಯ ಸ್ತ್ರೀಯೊಬ್ಬಳು ಕೂಗುತ್ತಾ സഹോദരി ಹಿಂದೆ 2 മാസം മുൻപ് വീണതാണ്. വലത് കാലും വലത് കൈയും വലിയ വേദനയായിരുന്നു. കൈ ഉയർത്താൻ സാധിക്കുമായിരുന്നില്ല. വേദന പൂർണ്ണമായിട്ടും വിട്ടുമാറി. ഇപ്പോൾ കൈകൾ ഉയർത്താൻ സാധിക്കുന്നുണ്ട്. കാല് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടിരിക്കുന്നു. ಬಹಳವು ಎಂದು ಅದ್ಭುತ ನೀ ಮಾಡಿದೆ ನಂಬಿರುವೆ ನಂಬಿರುವೆ ನಂಬತಕ್ಕ ತಂದೆಯೇ ನಂಬಿರುವೆ ನಂಬಿರುವೆ ನಂಬತಕ್ಕ ತಂದೆಯೇ ನಂಬಿ ಬಂದ ಎಲ್ಲರಿಗೂ ഈ സഹോദരി ക്യാൻസർ രോഗത്തിന് കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടർമാർക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇവിടെ വരുമ്പോൾ വേദനയുണ്ടായിരുന്നു, നീരുണ്ടായിരുന്നു, ഭയങ്കരമായ ക്ഷീണമായിരുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ വേദന പൂർണ്ണമായിട്ട് വിട്ടുമാറി, നീര് വിട്ടുമാറി, നിൽക്കാൻ പറ്റുന്നുണ്ട്, ഇരിക്കാൻ പറ്റുന്നുണ്ട്. ശരീരത്തിന് ക്ഷീണം മാറി, ആരോഗ്യവും ശക്തിയും തോന്നുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ അത്ഭുതമാണത്. ഇന്നലെ കണ്ടപ്പോൾ, ഇന്നലെ കണ്ട ആളല്ല ഇപ്പൊ കാണും. ഈ പ്രിയപ്പെട്ട മകന്റെ വലിയ വിശ്വാസം, തോമാച്ചന്റെ വലിയ വിശ്വാസം, തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഓരോ നിമിഷത്തിലും ദൈവത്തോട് നിലവിളിച്ച് കർത്താവേ നന്ദി പറയാണ്. അവിടുന്ന് കൊടുത്ത വലിയ സൗഖ്യത്തിന് വിടുതലിന് നന്ദി പറയാം ദൈവമേ. യേശു പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധമായ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഇറങ്ങി നിറയട്ടെ. നിന്നെ ബാധിച്ച, നിന്നെ സ്വാധീനിച്ച സകല പാമ്പുകളും തേളുകളും വിട്ടുപോ യേശുവിന്റെ നാമത്തില്. തൊട്ടുപോകരുതിനെ. ഇവരുടെ മേൽ കർത്താവിന് അധികാരമുള്ളൂ. മരണത്തിന്റെയും ജീവന്റെയും അധികാരം യേശുവിന്റെ കയ്യിലാണ്. വിട്ടുമാറിപ്പോട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. എല്ലാത്തിനും വിട്ടുമാറിപ്പോട്ടെ. സമൃദ്ധമായ ജീവൻ ഇവിടെ നിറയട്ടെ. ക്യാൻസർ ബാധിച്ച ഓരോ കോശങ്ങളിലും നിറയട്ടെ. ജീവൻ ഉണ്ടാകട്ടെ. പരിപൂർണ സൗഖ്യമുണ്ടാകട്ടെ. ആമേൻ, ആമേൻ. നമുക്ക് നിമിഷ കർത്താവിനെ കയ്യിലോട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഈ മകൾ സ്വീകരിച്ചിട്ടുള്ള പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ ശക്തി, വസിക്കുന്ന സ്പിരിറ്റ് അഭിഷേകത്തിന്റെ ശക്തി, ഇവർക്ക് പുതുശക്തിയും പുതുജീവനും ഉള്ളതായി തീരട്ടെ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സ്തോത്രം. തുടങ്ങിയിരിക്കട്ടെ. എന്താ സംഭവിച്ചത്? ഒരു ഭയങ്കര ശക്തി വരുന്നത് തോന്നി. ശരീരത്തിന്റെ അയവ് വന്നു ഭയങ്കരമായിട്ട്. ഇടത് സൈഡ് കാലിന് കൈക്ക് ഒരു മരവിപ്പ് പോലെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. ഒരു അപകടത്തിൽ അനേകം ദിവസങ്ങൾ അബോധാവസ്ഥയിൽ ഐസിയുവില് എറണാകുളത്ത് കോലഞ്ചേരി ഹോസ്പിറ്റലില് അബോധാവസ്ഥ കിടന്ന് അനേകം ദിവസങ്ങൾ കിടന്ന് പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ തിരിച്ചു വന്ന മകനാണ് ജസ്റ്റിൻ. വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥന കൊണ്ട് മാത്രം യേശു ജീവൻ കൊടുത്ത സഹോദരനാണ്. ഇപ്പോൾ ഈ മകൻ പറഞ്ഞ ശരീരത്തിൽ ഒത്തിരിയേറെ ശരീരത്തിന് കെട്ടൊക്കെ അയഞ്ഞു വളരെ ഫ്രീഡം കിട്ടിയെന്നാണ്. എന്റെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇടതുവശത്തിന് ഒരു വെയിറ്റ് ഉള്ള പോലെയായിരുന്നു. ആ അവസ്ഥ മാറി ഒത്തിരി ഫ്രീ ആയ പോലെ തോന്നുന്നുണ്ട്. സംസാരിക്കാൻ തടസ്സം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ശരീരത്തിന് ഒരു പുതുജീവൻ വന്ന പോലെ. ഒരു പുതുജീവനാണ് കിട്ടിയിരിക്കുന്നത്. കർത്താവേ നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ. ആമേ, ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിലവിൽ ഇറങ്ങി നിറഞ്ഞ് നിറഞ്ഞ് നിറഞ്ഞ്
നിന്റെ നാടി ഞരമ്പുകൾക്ക്, നിന്റെ അസ്ഥികൾക്ക്, മജ്ജയ്ക്ക്, മാംസപേശികൾക്ക് പുതുശക്തി ഉണ്ടാകട്ടെ, പുതുജീവൻ ഉണ്ടാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഗ്ലോറി. സ്തോത്രം. കർത്താവേ മഹത്വം. തനിക്കിരിക്കട്ടെ. 33 വർഷമായിട്ട് ഡയബറ്റിക് രോഗിയാണ്. 2 നേരം ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നു. ഇന്ന് സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവിന്റെ വലിയൊരു ശക്തി മകളിൽ ചെല്ലുകയും മകളെ നിലംപതിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ശാരീരിക അസ്വസ്ഥതകളിൽ നിന്ന് ഈ മകൾക്ക് മോചനം കിട്ടുകയും ചെയ്തിരിക്കുന്നു. എന്റെ പേര് ഫിലോമിന. ഞാൻ ബിലായിൽ മധ്യപ്രദേശിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ ഗ്രേറ്റ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കണമെന്നുള്ള ഒരു ആശയോടുകൂടിയാണ് വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഡയബറ്റിക് രോഗികളാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും സൗഖ്യപ്പെടണം, ഞങ്ങളൊരു സാക്ഷികളായി മാറണം. ബിലായിൽ ആർക്കും അത്ര വിശ്വാസമില്ല. അപ്പൊ ഞങ്ങൾക്ക് അവിടെ സാക്ഷികളാണ്. ഇവിടെ എന്റെ കുടുംബക്കാർക്കും അത്ര വിശ്വാസമില്ല. അവരുടെ മുമ്പിൽ ഞങ്ങളൊരു സാക്ഷികളായി മാറണമെന്നുള്ള ഒരു സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങളിവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴും പല ആൾക്കാരോട്, ഞങ്ങളുടെ സ്വന്തപ്പെട്ടവരോട് പറഞ്ഞ് നിങ്ങൾ വന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, അപ്പൊ നിങ്ങൾക്ക് അവിടെ നടക്കുന്നത് എന്താണെന്ന് കാണാൻ പറ്റും, വിശ്വസിക്കുക എന്ന് പറഞ്ഞു. ആരും വന്നില്ല. അപ്പോൾ ഇന്നിപ്പോ ഈ പ്രാർത്ഥന സമയത്ത് സിസ്റ്റർ പറഞ്ഞ സമയത്ത് ഞാൻ എന്റെ ഡയബറ്റിക് രോഗം എനിക്ക് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശക്തമായിട്ട് ഞാൻ വീണു. അപ്പൊ ഓടി വരികയാണ് ഞാൻ ചെയ്തത്. ഇവിടെ വന്ന് നിന്നതിന് ശേഷം ആ ബ്രദർ വന്ന് ചോദിച്ചാൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു നിൽക്കുമ്പോ തന്നെ ഞാൻ പിന്നെ ശക്തമായിട്ട് വീണു. അതാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്ന എന്റെ രോഗം സൗഖ്യപ്പെട്ടു എന്ന്. ഞാൻ ഒരു സാക്ഷി. ഡയബറ്റിക് അതിന് രക്തം പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ സഹോദര വിശ്വാസം കൊണ്ട് തന്നെ നിങ്ങൾ സുഖം പ്രാപിച്ചു. സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി. വിശ്വസിച്ച് കടന്നു പോന്നു, വിശ്വാസം കൊണ്ട് സൗഖ്യം പ്രാപിച്ചു. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. 10 വർഷമായിട്ട് നട്ടെല്ലിന് അകൽച്ചയായിരുന്നു. കാല് പതുക്കെ ഒന്ന് തൊട്ടിയാൽ തന്നെ, കാലിന് ബലക്കുറവുണ്ടായിരുന്നു, പതുക്കെ ഒന്ന് തൊട്ടാൽ തന്നെ തട്ടി വീഴുമായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും 10 വർഷമായിട്ടുണ്ടായിരുന്ന നട്ടെല്ലിന്റെ കണ്ണിയുടെ അകൽച്ച മാറി കാല് സ്വതന്ത്രമായിരിക്കുന്നു. ഗ്ലോറി. താങ്ക് യു, താങ്ക് യു. അവിടെ കൊടുത്ത വലിയ വിടുതലിന്, സൗഖ്യത്തിന് നന്ദി കർത്താവേ. ദൈവത്തിന്റെ വചനത്തിലൂടെ, പരിശുദ്ധാത്മ ശക്തിയിലൂടെ കർത്താവ് കൊടുത്ത വലിയ വിടുതൽ. ആമേൻ. നന്ദി, നന്ദി. നമ്മുടെ കയ്യിലടുത്ത മനുഷ്യക്ക് നന്ദി പറയാം. ഈ മകൾക്ക് ഡയബറ്റിക് രോഗമുണ്ടായിരുന്നു. ഉദരസംബന്ധമായി അനേക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഇന്ന് വചനപ്രഘോഷണത്തിന്റെ സമയത്ത് വയറ്റിലേക്ക് ഒരു ശക്തി ഇറങ്ങിച്ചെല്ലുന്നതായിട്ട് അനുഭവിച്ചു. വലിയ സ്വാതന്ത്ര്യവും വിടുതലും കർത്താവ് കൊടുത്തിരിക്കുകയാണ്. സുഖപ്പെട്ടു എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. നിന്റെ ഉള്ളിൽ മുഴുവൻ നിറയട്ടെ ദൈവാത്മാവിന്റെ ശക്തി. ആമേൻ. Fill the power, the name of Jesus Christ of Nazareth. Hallelujah, glory, amen. സ്തുതിക്കുന്ന കർത്താവേ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ശരീരത്തിനും ഹൃദയത്തിനും ആത്മാവിനെല്ലാം പുതുശക്തി, പുതുജീവനും. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങോട്ട് വരിക. ഹലോ, ഇവിടെ എന്താ പറയാനുള്ളത്? കാതറ സിസ്റ്റർ വചനം പറഞ്ഞപ്പോൾ വയറിലേക്ക് ശക്തി ആഴ്ന്നിറങ്ങി. എനിക്ക് വയറിന് ബാലൻസ് പോകുന്ന പോലെയൊക്കെയുള്ള ഒരു പ്രയാസമായിരുന്നു. കുഴഞ്ഞു വീഴാൻ പോകുന്ന പോലെ. ഇപ്പൊ നല്ല സൗഖ്യം അനുഭവിക്കാൻ പറ്റുന്നു. 7 വർഷമായിട്ട് ആർത്രൈറ്റിസ് രോഗനിമിത്തം കാലിന് അതികഠിനമായ വേദന, നടക്കാൻ ബുദ്ധിമുട്ട്, പരിപൂർണമായിട്ടും കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കൈകൾ അടിച്ചു തന്നവരുടെ സൗഖ്യപ്പെടുത്തിയ കർത്താവിന് എല്ലാ മഹത്വം, എല്ലാ സ്തുതിയും. ആമേൻ. ഹല്ലേലൂയ, ഗ്ലോറി. സ്തുതിക്കുന്നു. 2000 തൊട്ട് എനിക്ക് ഭയങ്കര മുട്ടുവേദനയായിരുന്നു. ഇടയ്ക്ക് വരും പോകും ഇങ്ങനെ. ഈ പ്രാവശ്യം ഞാൻ വന്നപ്പോ എനിക്ക് തീരെ വയ്യ, നടക്കാൻ പോലും പറ്റാതെ ഞാൻ മക്കളുടെ സഹായത്തിലാണ് വന്നത്. ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി വിടുതൽ കിട്ടി. ഒരു 80% മുട്ടുവേദന എന്നിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഫാറ്റി ലിവറാണ്. 2nd ഡിഗ്രി വരെ ഹാങ്ങിങ് പോലെ ഭയങ്കര കട്ടിയാണ് എന്റെ ലിവറിന്. ഹല്ലേലൂയ, ഗ്ലോറി. 27 വർഷമായിട്ട് ഈ സഹോദരിക്ക് ഷുഗർ ആയിരുന്നു.
15 വർഷമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കാലിന്റെ എല്ലാ ബുദ്ധിമുട്ടും മാറി വേഗത്തിൽ നടക്കാൻ ഈ സഹോദരിക്ക് സാധിക്കുന്നു. നമ്മുടെ കൈകളെടുത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. ആമേൻ കർത്താവേ, സ്തോത്രം, നന്ദി, പ്രത്യേക മഹത്വം. ആമേൻ. ഹല്ലേലൂയ. പുതിയ ജീവൻ, പുതിയ ശക്തി നിറയട്ടെ. നിന്റെ രക്തത്തില്, നിന്റെ ഞരമ്പുകളില്, മാംസത്തില്, അസ്ഥികളില് പുതിയ ശക്തി ഇറങ്ങി നിറയട്ടെ. ആമേൻ. ആമേൻ. ഗ്ലോറി. ഹല്ലേലൂയ. താങ്ക് യു. ഇപ്പൊ കാൽമുട്ട് വേദന ഉണ്ടോ? കാല് മടക്ക്. കൈ വേറെ വെച്ചു. ഇവിടെ എല്ലാം സൗഖ്യമുണ്ട് യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ വിടുതലും സൗഖ്യവും ഇവിടുത്തെ ആത്മാവിലൂടെ. ഇവളുടെ കാലിന് മുട്ടുവേദനയായിരുന്നു, നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞു. ഇവിടെ വലിയ വിടുതൽ കൊടുത്തിരിക്കും. നന്ദി പറയാം. അടുത്ത ആള്. എന്റെ പേര് മേരി, കൽപ്പറ്റ കൂട്ടായ്മയിൽ നിന്ന് വരുന്നു. ഒരാഴ്ചയായിട്ട് നാവിന്റെ ഒരു സൈഡിൽ വായ്പുണ്ണായിരുന്നു. കൂടെ എനിക്ക് വായ്പുണ്ണുണ്ടാകുന്ന ഒരു സ്വഭാവമുണ്ട്. അന്നേരം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മനസ്സിന് വല്ലാത്ത വിഷമായി മാറും. ഈ 2 ദിവസമായിട്ട് ഞാൻ ഭയങ്കര വേദനയോടെ ഇവിടെ വന്നത്. സ്തുതി ആരാധനയ്ക്കൊക്കെ വിഷമായിരിക്കും സംസാരിക്കാനും ആരാധന നടത്താനും ഒക്കെ. ഇന്നലെ മിനിഞ്ഞാന്ന് സൗഖ്യം പ്രതീക്ഷിച്ചു, അന്നേരം ഒന്നും കിട്ടില്ല. ഇന്ന് പ്രാർത്ഥനയുടെ സമയത്ത് അതിന് സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ എനിക്ക് സൗഖ്യം കിട്ടി. കൈകളടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ. ഓ ഇളകി ശ്രുതിക്കുന്ന കർത്താവേ, അവൻ കൊടുത്ത സൗഖ്യത്തിനും വിടുതലങ്ങേക്ക് നന്ദി. ആമേൻ കർത്താവേ, നന്ദി, സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആലക്കോട് വരുന്നു. എന്റെ പേര് ബേബി എന്നാണ്. എനിക്ക് ഇന്നലെ 2 സൗഖ്യം കിട്ടി. എന്റെ ചെവിക്ക്, വലത്തെ ചെവിക്ക് തീരെ കേൾക്കുറവുണ്ടായിരുന്നു. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഒട്ടും മനസ്സിലാകാത്ത പോലെ ആയിരുന്നു. ഇന്നലത്തെ ശുശ്രൂഷയിൽ എനിക്ക് ചെവിക്ക് കേൾവി കൂടുതൽ കിട്ടി. നടുവിന്റെ ഈ സൈഡിൽ ഒരു വേദന ഉണ്ടായിരുന്നു. ആ വേദന ഇന്നലെ സൗഖ്യം കിട്ടി. ഇന്ന് 2 സൗഖ്യം കിട്ടി. ഒന്ന് ഈ ബ്ലാഡറിന്റെ അകത്ത് ഒരു പോയിന്റിൽ ഇങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു. അതിന് സൗഖ്യം കിട്ടി. എന്റെ ഈ വലത്തെ കാലിന് മടങ്ങാനായിട്ട് വിഷമമുണ്ടായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ഈ കാലിങ്ങനെ മടങ്ങിപ്പോകുമായിരുന്നു. അതിനെ കിട്ടി കാലിന്. കർത്താവ് നല്ല സൗഖ്യമാണ് തന്നിരിക്കുന്നത്. ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിൽ നിറഞ്ഞ് ശക്തമാക്കി മാറ്റട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി. കർത്താവിന്റെ മഹത്വം സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം. അങ്ങേക്ക് നന്ദി കർത്താവ്. ഹല്ലേലൂയ.